അപ്പോൾ 6 മുട്ടയ്ക്കാണ് ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് ചൂടാവുന്ന സമയത്തിന് ഇനി ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും കൂടെ നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകും പൊട്ടി കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായിട്ട് ദാണ്ട ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ദാണ്ട ഈ ഒരു പാത്രത്തിലോട്ട് 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് 6ഉം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒന്നും കുറച്ച് വയ്ക്കരുത്. എന്നിട്ട് ദാണ്ട ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. നമുക്കതായത് ഈ മുട്ടത്തോരനിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ അരപ്പ് പൊതിഞ്ഞിരിക്കണമെന്നാൽ കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുട്ടത്തോരനിൽ അരപ്പ് കുറയാൻ പാടില്ല, നല്ല കൂടാനും പാടില്ല. എന്നാൽ കറക്റ്റായിട്ട് ഈ മുട്ടയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു പരുവത്തിന് വേണം മുട്ടത്തോരൻ തയ്യാറാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ചെയ്താൽ മതിയാകും. ഇതുപോലെ ഇങ്ങനെ, എന്നാൽ അധികം മൊരിച്ച് ഇതിനെ എടുക്കരുത്. അരപ്പ് ചേർത്തിട്ടേ അധികം മൊരിക്കാവൂ. ചെറിയ രീതിയിൽ ഈ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ